മാന്യപ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം. ഭാരതീയ ആചാര വിചാര വിശ്വാസ സങ്കല്പങ്ങളില് ഭാരതീയ ഗ്രന്ഥങ്ങളിലെ കഥകളുടെയും അനുഭവങ്ങളുടെയും ഉപദേശങ്ങളുടെയും ജീവിത യാഥാർത്ഥ്യങ്ങളുടെയും എല്ലാം വിവരണങ്ങൾക്ക് പുറകില് ശ്രദ്ധയോടുകൂടി മനസ്സിലാക്കേണ്ട ഒരു വരിയുണ്ട്. ഒരർത്ഥമല്ല ഒരു വാക്കിന്, ഒരർത്ഥമല്ല ഒരു വരിക്ക്, ഒരർത്ഥമല്ല ഒരു കൂട്ടം വരികൾക്ക്. അവയ്ക്കെല്ലാം ആധ്യാത്മികമായിട്ടുള്ള അർത്ഥമുണ്ട്, ആദിഭൗതികമായിട്ടുള്ള അർത്ഥമുണ്ട്, അതിദേവതാപരമായിട്ടുള്ള അർത്ഥമുണ്ട്. ആധ്യാത്മികമായിട്ടുള്ള അർത്ഥം വ്യക്തിയുടെ ശരീരത്തിനകത്തും പുറത്തും വ്യക്തിയുമായിട്ട് ബന്ധപ്പെട്ടത്, ആധ്യാത്മികമായിട്ടുള്ള സന്ദേശം അർത്ഥം. ആദിഭൗതികം നമ്മുടെ ചുറ്റുപാടുകളുമുള്ള എല്ലാം ജീവനുള്ളതും ജീവനില്ലാത്തതുമായിട്ടുള്ളത് ബന്ധപ്പെട്ടിരിക്കുന്ന ആദിഭൗതികാർത്ഥം. ഈ പ്രപഞ്ചത്തെ സർവചരാചരങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന അതിദേവത അർത്ഥം. അങ്ങനെ മൂന്ന് അതിദേവത, പ്രകൃതിയിലെയും പ്രപഞ്ചത്തിലെയും സർവചൈതന്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന ഒരർത്ഥ സന്ദേശം കൂടി അതിനകത്തുണ്ട്. ഇങ്ങനെ ഒന്നുണ്ടാവാൻ കാരണം അഹം എന്ന സിനിമയിലാണെന്നാണ് എൻ്റെ ഓർമ്മ. അതല്ല സുഹൃതം എന്ന സിനിമയിലോ ഒരു ഉജ്ജ്വലമായിട്ടുള്ള ഇംഗ്ലീഷ് വരിയുണ്ട്. അത് സംസ്കൃതത്തിന്റെ സന്ദേശം അങ്ങോട്ടൊക്കെ എടുത്തതാണ്. As is the microcosm, so is the macrocosm. As is the human body, so is the cosmic body. സാധിക്കുമെങ്കിൽ ഹിന്ദുക്കൾ ഇത് ബൈഹാർട്ടാക്കുക, ഭാരതീയ ചിന്താധാരകൾക്ക് താല്പര്യമുള്ള ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും ബൈഹാർട്ടാക്കുക. എങ്ങനെയാണോ പിണ്ടാണ്ടമുള്ളത് അതേപോലെയാണ് ബ്രഹ്മാണ്ടമുള്ളത്. എങ്ങനെയാണോ മനുഷ്യന്റെ ശരീരത്തിൽ ഓരോ ചക്രവും പ്രവർത്തിക്കുന്നത് അതേപോലെ പ്രപഞ്ചത്തിലെ ചക്രം പ്രവർത്തിക്കുന്നു. എല്ലാ ജീവനുള്ളതിനും ജീവനില്ലാത്തതിനും ജനനവും മരണവുമുണ്ട്, മനുഷ്യനുമുണ്ട്. അവയ്ക്കിടയ്ക്കുള്ള ഡ്യൂറേഷൻ മാത്രം മാറിയിരിക്കുന്നു, കുറഞ്ഞിരിക്കുന്നു, കൂടിയിരിക്കുന്നു. ബില്യൺസ് ഓഫ് വർഷങ്ങളായിരിക്കാം, ചിലപ്പം മില്യൺസ് ഓഫ് സെക്കൻഡുകളായിരിക്കാം. ഈ മൂന്നർത്ഥങ്ങളും ചേർക്കാതെ വേദത്തിനോ പുരാണത്തിനോ ദർശനങ്ങൾക്കോ ഉപനിഷത്തുക്കൾക്കോ ബ്രാഹ്മണ ഗ്രന്ഥങ്ങൾക്കോ ആരണ്യകങ്ങൾക്കോ അർത്ഥ സന്ദേശങ്ങൾ കൊടുക്കുക അപ്രായോഗികമാണ്. ഒരിക്കൽ ഞാൻ യൂട്യൂബിൽ പറയുകയുണ്ടായി, മറ്റെല്ലാ മതങ്ങളിലും മറ്റെല്ലാ ശാസ്ത്രശാഖകളിലും മറ്റെല്ലാ സയൻസ് ആൻഡ് ടെക്നോളജിക്കൽ ബ്രാഞ്ചസിലും നോളജ് എവല്യൂഷൻ വഴിക്കാണ്. പ്രിമിറ്റീവ് നോളജിൽ നിന്ന് റിഫൈൻഡ് നോളജിലേക്കുള്ള പ്രയാണമാണ്. ലോകത്തിലെ 8 മതങ്ങളും പിന്നെ ശാസ്ത്ര സാങ്കേതിക ഭാഷാപരമായിട്ടുള്ള അല്ലെങ്കിൽ സാമൂഹികമായിട്ടുള്ള വിഷയങ്ങൾ, സോഷ്യോളജി ആണെങ്കിലും ആന്ത്രപ്പോളജി ആണെങ്കിലും സൈക്കോളജി ആണെങ്കിലും ഏതെടുത്താലും, കെമിസ്ട്രി ആണെങ്കിലും ഫിസിക്സ് ആണെങ്കിലും മാത്തമാറ്റിക്സ് ആണെങ്കിലും, അതല്ല വേറെ ഏതെങ്കിലും ശബ്ദം എടുക്കണമെങ്കിൽ മലയാള ഭാഷ അല്ലെങ്കിൽ തെലുങ്ക് അല്ലെങ്കിൽ സംസ്കൃതം ഏതെടുത്താലും ടു എ ഗ്രേറ്റ് എക്സ്റ്റെന്റ് പ്രിമിറ്റീവിൽ നിന്ന് ഫുൾ ആയിട്ടുള്ളതിലേക്കുള്ള പ്രയാണമാണ്, ബെറ്റർ ആയിട്ടുള്ളതിലേക്കുള്ള പ്രയാണമാണ്. ഭാരതത്തിൽ മാത്രം അതല്ല, ഹിന്ദു ധർമ്മത്തിൽ മാത്രം അതല്ല. അത് ഡെവല്യൂഷനാണ്, മറ്റുള്ളതിൽ എവല്യൂഷനാണ്. ലോവറിൽ നിന്ന് ഹയറിലേക്ക് നമ്മളുടെ വിദ്യാഭ്യാസം പോലെ ലോവർ പ്രൈമറി, അപ്പർ പ്രൈമറി, ഹൈസ്കൂള്, പിന്നെ +2 ബാച്ചിലർ അല്ലെങ്കിൽ ഗ്രാജുവേറ്റഡ് നോളജ്, പോസ്റ്റ് ഗ്രാജുവേറ്റഡ് നോളജ്, ഡോക്ടറൽ ലെവലിലുള്ള നോളജ്. ഇവിടെ ഉണ്ടായത് ഡോക്ടറൽ ലെവലിലുള്ള നോളജ് ആദ്യം ഉണ്ടായത്. ഉപനിഷത്തുക്കളും വേദങ്ങളും ആദ്യം ഉണ്ടായി. അതുകൊണ്ട് അതിന് 3 തരത്തിലുള്ള അർത്ഥമുണ്ടെന്ന് പ്രിമിറ്റീവ് നോളജിൽ ഇപ്പോഴും നിലനിൽക്കുന്നത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കാത്തത്. നമ്മൾ പലപ്പോഴും ഇപ്പോഴും ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് തിരി എത്ര ഇടണം,
വിളക്കെങ്ങനെ കെടുത്തണം, അതുപോലെ തന്നെ ജന്മദിനം എങ്ങനെ ആഘോഷിക്കണം, എങ്ങനെ നാമം ജപിക്കണം. നമ്മൾ ഇന്നും പ്രിമിറ്റീവ് ലെവലിലാണ്. അതുകൊണ്ടാണ് നമുക്ക് മാത്രം പുറകോട്ട് പോകണം എന്ന് പറയുന്നത്. മറ്റെല്ലാ ചിന്താധാരയും മുമ്പോട്ടാണ്. സാധാരണഗതിയിലെ കമ്മ്യൂണിസം ഒഴികെ മറ്റെല്ലാം മുമ്പോട്ടാണ്. പക്ഷേ ഭാരതത്തിലെ ചിന്താധാരകള് പുറകോട്ട് പോകണം, പിന്തിരിപ്പനാകണം. എന്താ കാരണം അറിയോ? അന്ന് നമ്മൾ പറഞ്ഞതാണ് ലോകാ സമസ്താ സുഖിനോ ഭവന്തു. അന്ന് നമ്മൾ പറഞ്ഞതാണ് സർവേ ഭവന്തു സുഖിനഃ സർവേ സന്തു നിരാമയ സർവേ ഭദ്രാണി പശ്യന്തു മാ കശ്ചിത് ദുഃഖഭാഗ് ഭവേത്. ഇന്ന് ക്രിസ്ത്യാനിക്കും മുസ്ലിമിനും മറ്റുള്ളവനത് പറയാൻ സാധിക്കില്ല. എന്റെ മതം, എന്റെ പുസ്തകം, എന്റെ വഴി, എന്റെ ദൈവം, എന്റെ ആരാധന, എന്റെ മാർഗം, അതിലേക്ക് നീ വരണം. നമ്മളതല്ല പറഞ്ഞത്. ഏതിലെല്ലാം നന്മകളുണ്ടോ അതിലേക്ക് നമ്മൾ വരണം. ആനോ ഭദ്രാഹ കൃതോ യന്തു വിശ്വത. അതുകൊണ്ട് പൂർവിക ഭാരതത്തില് ഐ എന്ന പദമില്ല, വി എന്ന പദമേ ഉള്ളൂ. ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ പോലും ഞങ്ങൾക്ക് വേണ്ടിയാ പ്രാർത്ഥിക്കാം. ഭദ്രം കർണേഭി ശൃണുയാമ ദേവ, ഞങ്ങളുടെ ചെവികളിലൂടെ നന്മ നിറഞ്ഞത് കേൾക്കണം. പ്രാർത്ഥിക്കുന്നത് ഒരുപക്ഷെ ഞാനായിരിക്കാം. ധിയോ യോ ന പ്രചോദയാ, ന ഞങ്ങളെ, അഹം ആവാം വയം മാം ആവാം നൗ അസ്മാകം നഹ. ദ്വിതീയ പ്ലൂരല് ബഹുവചനം. നഹ ഞങ്ങളെ പ്രചോദിപ്പിക്കണം. ഗായത്രി മന്ത്രം ജപിക്കുന്നത് ഞാൻ ഒറ്റയ്ക്കായിരിക്കാം, പ്രാർത്ഥിക്കുന്നത് ഞങ്ങളെ. ഇതിനെ ഏത് രീതിയിൽ പറയും? സങ്കുചിതം. ഇതിനെ ഏത് രീതിയിൽ നെഗറ്റീവ് അർത്ഥത്തിൽ പിന്തിരിപ്പൻ പറയും? ഇന്നിവിടെ കാണുന്ന കൊലപാതകവും അഫ്ഗാനിസ്ഥാനിൽ 112 നിരപരാധികൾ ചത്തതും കൊന്നതും ഒരേ മതത്തിലെ 2 വിഭാഗങ്ങൾ തമ്മിൽ. ലോകത്തിലെ മുസ്ലിം രാഷ്ട്രങ്ങളുടെ തലസ്ഥാനമായ സൗദി അറേബ്യയിൽ ഷിയായും സുന്നിയും തമ്മിൽ അടി. ഒരേ പ്രവാചകൻ, ഒരേ ഖുർആൻ, ഒരേ മക്ക, ഒരേ ഇതിന്റെ. ഇതിലേക്ക് പോകണോ പുറകോട്ട് പോകണോ? ഭാരതീയ ചിന്താധാരകളിൽ ആധ്യാത്മികമായ അർത്ഥം. മനുഷ്യൻ വ്യക്തിപരമായിട്ട് ഉയരണം, വളരണം, ഉണരണം. തളരരുത്, തകരരുത്, വരളരുത്. ആ വളർച്ച, ആ ഉയർച്ച സ്ഥിരൈരംഗൈഹി തുഷ്ടുവാകം സസ്തനോവ്യർവേശേമ ദേവഹീതം യഥായുഹു. ആരോഗ്യമുള്ള അവയവങ്ങൾ കൊണ്ട് നിർമ്മിച്ചിരിക്കുന്ന ശരീരത്തിന് ആയുസ് കൽപ്പിച്ചിരിക്കുന്നിടത്തോളം കാലം ദൈവികമായ കർമ്മങ്ങൾ ചെയ്യാൻ അനുഗ്രഹിക്കണമേ ജഗദീശ്വര. എന്റെ വഴിയിലേക്ക് മറ്റുള്ളവരെ കൊണ്ടുവരാൻ അനുഗ്രഹിക്കണമെന്നല്ല, അവരവരുടെ വഴി അന്യപന്ഥ വിദ്യതേ അയനായ. ഇത്ര ഭംഗിയായിട്ട് സത്യത്തിന്റെ വഴി, സത്യമേവ ജയതേ നാനൃതം സത്യേന പന്ഥ വിദതോ ദേവയാന. സത്യമേ ജയിക്കുള്ളൂ, കള്ളത്തരം ജയിക്കില്ല. ഒരു പക്ഷേ ജയിക്കുന്നോ തോക്കുന്നോ എന്ന് അറിയാൻ കാലം 1 വർഷമോ അല്ലെങ്കിൽ 10 വർഷമോ 20 വർഷമോ 50 വർഷമോ നിൽക്കും. 650 വർഷം വിദേശ മുസ്ലിങ്ങൾ ഭാരതത്തെ അടിച്ചമർത്തി തല്ലിക്കൊന്ന് ചതച്ച് വെള്ളത്തിലിട്ട് കലക്കിയിട്ടും ഭാരതം മരിച്ചില്ല. 252 വർഷം പോർച്ചുഗീസുകാരും ഡച്ചുകാരും സ്പെയിൻകാരും ഫ്രഞ്ചുകാരും സെയിന്റ് സേവിയർ ഫ്രാൻസിസിനെ പോലെ ഉള്ള 40,000 ഹിന്ദുക്കളെ മതം മാറാൻ വിസമ്മതിച്ചവൻ ഇവിടെ വന്നിട്ട് ജനിച്ചിട്ടും, അവന്റെ പള്ളികൾ ഇന്ന് കേരളത്തിൽ നിരന്തരം വന്നിട്ടും, ഗോവ ഇൻക്വിസിഷൻ ഹിന്ദുക്കൾക്ക് നേരെ നടന്നിട്ടും ഭാരതത്തിലെ സനാതനധർമ്മം മരിച്ചില്ല. അതിന് കാരണം നമ്മുടെ പൂർവ്വ പിതാമഹര്, നമ്മുടെ യോഗീശ്വരന്മാര്, ഋഷീശ്വരന്മാര് ഡെവല്യൂഷൻ തിയറിയിലൂടെ ആധ്യാത്മികമായിട്ട് ഉയരണമെന്ന് പറഞ്ഞു. വ്യക്തിപരമായിട്ട് ഉയരണം, ആദിഭൗതികമായിട്ട് ഉയരണം, സാമൂഹികമായിട്ട് ഉയരണം, ചുറ്റുപാടുകളുമായിട്ട് ഉയരണം. ആദിദേവത പ്രപഞ്ചത്തെയും ഉയർത്തണം. ഈ 3 എണ്ണത്തിനെ ഇൻഡിവിഡ്വൽ കോൺഷ്യസ്നസ്, സോഷ്യൽ കോൺഷ്യസ്നസ്, കോസ്മിക് കോൺഷ്യസ്നസ്, ആധ്യാത്മികം, ആദിഭൗതികം, അതിദൈവതം. ഓം ശാന്തി ശാന്തി ശാന്തി. 3 എണ്ണത്തിനെ ഒരുമിച്ച് ചേർത്ത ലോകത്തിലെ ഒരേ ഒരു മതം, ഒരേ ഒരു ധർമ്മം, ഒരേ ഒരു വീക്ഷണം, ഒരേ ഒരു ചിന്താധാര, ഒരേ ഒരു രാഷ്ട്രം, അതാണ് ഭാരതം. അത്ഭുതകരമായിട്ട് ഇന്ന്
ഞാൻ പെട്ടെന്ന് വാട്സപ്പ് തുറന്നപ്പോഴത്തേക്കും ശ്രീ നരേന്ദ്രമോദിയുടെ ഒരു ചെറിയ പ്രഭാഷണത്തിന്റെ, വാട്സപ്പ് അല്ല യൂട്യൂബ്, ഏതാണ്ട് ഒരു 2 മിനിറ്റ് താഴെയേ ഉള്ളൂ. റഷ്യയിലെ പ്രഭാഷണമാണ്. അദ്ദേഹത്തിനെ മാത്രമേ കാണിക്കുന്നുള്ളൂ. അദ്ദേഹം പറഞ്ഞൊരു വരിയുണ്ട്, ഞാൻ നിൽക്കുന്നത് റഷ്യയിലാണ്. ഞാനിവിടെ കേട്ട അത്ഭുതകരമായിട്ടുള്ള ഒരു വരിയുണ്ട്. ഒരു റഷ്യക്കാരൻ വേദമന്ത്രം ആലപിക്കുന്നു. ഒരു റഷ്യക്കാരൻ വേദമന്ത്രം ആലപിക്കുന്നു. അത്ഭുതത്തിന് അവകാശമുള്ള അത്രയും ഉജ്ജ്വലമായ നിലവാരത്തില്. കാരണം അദ്ദേഹം ഭാരതീയനല്ല, ഭാരതത്തിലേക്ക് വന്നിട്ടില്ല. ഭാരതത്തിലേക്ക് വരാത്ത ഭാരതീയനല്ലാത്ത റഷ്യക്കാരൻ വേദമന്ത്രം ആലപിക്കുന്നു. രണ്ടാമത്തെ അത്ഭുതം, കയ്യിലൊരു പേപ്പറോ പുസ്തകമോ ഒന്നുമില്ലാതെ ഉപാസനാ രൂപത്തിൽ സാധന ചെയ്തുകൊണ്ട് വേദമന്ത്രങ്ങൾ ആലപിക്കുന്നു. മൂന്നാമത്തെ കാര്യം, അദ്ദേഹം ജനിച്ചതും വളർന്നതും വളരുന്നതും മുസ്ലിമായിട്ടാണ്. ഇസ്ലാമായിട്ട് വളരുന്ന റഷ്യക്കാരനായ വ്യക്തി കയ്യിൽ പുസ്തകവും പേപ്പറും ഇല്ലാതെ, സ്വരത്തിന് അല്പം പോലും വ്യത്യാസം വരാതെ, പോപ്പ് മ്യൂസിക് ജീവിതോപാധിയായിട്ട്, പോപ്പ് ഗായകനായിട്ടുള്ള റഷ്യക്കാരനായ മുസ്ലിമായിട്ടുള്ള ആ വേദ ഗായകൻ എത്ര ധന്യമായിട്ട് വേദം വായിച്ചു എന്ന് ശ്രീ നരേന്ദ്രമോദി, നമ്മുടെ പ്രധാനമന്ത്രി, അദ്ദേഹത്തിന്റെ വരികൾ കേട്ടപ്പോ അത്ഭുതം തോന്നി. അതാണ് വേദം. ആധ്യാത്മിക അർത്ഥമുള്ള വേദം, ആദിഭൗതിക അർത്ഥമുള്ള വേദം, അതിദേവതാർത്ഥമുള്ള വേദം. അതിലെ വാക്കുകൾ അമ്മാനമാടിയിട്ടാണ് അതിനകത്ത് അയാളെക്കുറിച്ച് പറയുന്നുണ്ട്, ഇയാളെക്കുറിച്ച് പറയുന്നുണ്ട്, ഇതിനെക്കുറിച്ച് പറയുന്നുണ്ടെന്ന് പറയുമ്പോൾ ചിലപ്പോൾ തോന്നാറുണ്ട്, വേദമന്ത്രത്തിൽ സിഗരറ്റ് കുറ്റിയെക്കുറിച്ചും വീടി കുറ്റിയെക്കുറിച്ചും പറയുന്നുണ്ടെന്ന് പറയുന്ന മാതിരിയാണ് ചിലർ അതിൽ അത് പറയുന്നുണ്ട് ഇത് പറയുന്നുണ്ടെന്ന് പറയുന്നത്. എനിക്ക് മനസ്സിലായിട്ടുണ്ട്, അറിയുന്നുണ്ട്. അല്പം ചീപ്പായിട്ടുള്ള എക്സാമ്പിളാ പറഞ്ഞത്, പക്ഷെ ഏറ്റവും യോജിച്ച എക്സാമ്പിളാ അത്. പെട്ടെന്ന് മനസ്സിലാക്കാൻ അറിയണം. ഭാരതീയ ഗ്രന്ഥങ്ങൾക്ക് ചില വാക്കുകളും ചില വരികളും ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ പറയുമ്പോൾ അപകർഷത ഞാൻ പഠിച്ചില്ലല്ലോ എന്ന് തോന്നുന്ന ഹിന്ദുക്കള് അതിന്റെ മാത്രം അർത്ഥവും സന്ദേശവും അന്വേഷിച്ചു പോകുന്നതിന് പകരം അല്പവും കൂടി സമയമെടുക്കുക. ഉജ്ജ്വലമായിട്ട് നമ്മുടെ പൈതൃകത്തിന്റെ സമസ്തവും ഗൂഗിൾ സെർച്ചിൽ കിട്ടും. സമസ്തവും നമുക്ക് വിക്കിപീഡിയ പോലെയുള്ളതിൽ കിട്ടും. 100% അതേപോലെ എടുക്കേണ്ട കുറെ അതിനകത്തുണ്ട്. ഇന്ന് ഞാൻ കണ്ടു ബ്രിട്ടാനിക്ക എൻസൈക്ലോപീഡിയയിൽ നമ്മുടെ പൈതൃകത്തിന്റെ സകലതുമുണ്ട്. വിക്കിപീഡിയയിലുണ്ട്, ഗൂഗിൾ സെർച്ചിലുണ്ട്, ആധികാരികമായിട്ടുള്ള പോർട്ടലുകളിലും വെബ്സൈറ്റുകളിലുമുണ്ട്. വെറുതെ ഒന്ന് പഠിച്ചു നോക്കാം, മനസ്സിലാവും വേദത്തിന്റെ ആധ്യാത്മിക, അതിഭൗതിക, അതിദേവതാർത്ഥം. പ്രണാമം, നമസ്കാരം.